ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന്. ഇയാളിപ്പോ ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. വേറെക്ക് അയാൾ അറിയണ്ട. വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പിറ്റേ ദിവസം ജന്മമാഷെ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു, അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അല്ല അതിപ്പോ പിന്നെ കിട്ടും 20-ാം തീയതി കിട്ടും പറഞ്ഞിരിക്കണേ. അത് ചെക്ക് ചെയ്തെടുത്തോളൂ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ആയിക്കോട്ടെ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. പുണ്യപ്രവൃത്തി ചെയ്യാനല്ലെന്നും 25 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും അത് 1 കോടി രൂപ പിടിക്കാനാണെന്നും അതൊരു പോസ്റ്റിനു വേണ്ടിയാണെന്നും പറയുമ്പോൾ ഇപ്പോഴും BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഇതിനകത്ത് ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അത് ഇവരോട് മാത്രമല്ല, എന്നെ ഒരു